അതിൻ്റെ കമാനം, അതിൻ്റെ ഗേറ്റ്, ആ ഗേറ്റ് വളരെ തകർന്ന് ഇപ്പം മുറിച്ചിടേണ്ട ഒരു അവസ്ഥയാണ്. അത് കാരണം അത് എൻ്റെ അതൊക്കെ പോയിരിക്കുകയാണ്. അപ്പോൾ ഉടനെ അത് മുറിച്ച് മാറും. ഒരു ചെറിയ റോഡ് ഉടൻ തന്നെ ഉണ്ടാക്കി തൽക്കാലം അത് വെക്കേണ്ടി വരും. അപ്പോൾ ഒരു മനോഹരമായൊരു കമാനം, ഭാവിയെ കണ്ടുകൊണ്ടുള്ള ഒരു കമാനായിരിക്കണം. എല്ലാ രീതിയിലും ഒരു ആധുനികവൽക്കരിക്കപ്പെട്ട ഒരു കമാനം നമുക്ക് അതിന് ആവശ്യമുണ്ട്. ഈ കമാനത്തിന് ഗവൺമെൻറ് ഫണ്ട് തരാറില്ല. കമാനത്തിന് അവർ പറയുന്ന പൂർവ്വ വിദ്യാർത്ഥികൾ അങ്ങനെയുള്ള റിസോഴ്സുകളാണ് വേണ്ടതെന്നാണ് സർക്കാർ പറയുന്നത്. മറ്റൊന്ന് ഗ്രൗണ്ട്, നമുക്കറിയാം നമ്മുടെ പഞ്ചായത്തിൽ തന്നെ ഒരു നല്ല ഗ്രൗണ്ട് എന്ന് പറയാനൊന്നുമില്ല. അപ്പോൾ നമ്മുടെ പഞ്ചായത്തിലെ എല്ലാ ഭാഗത്തുള്ള കുട്ടികൾ കളിക്കാൻ വേണ്ടി വരുന്ന ഒരർത്ഥത്തിൽ നമ്മുടെ സ്കൂളാണ്. അതുമായി ബന്ധപ്പെട്ട ഒരുപാട് സ്കൂള് അധികൃതർ എന്ന രീതിയിൽ ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ബന്ധപ്പെട്ടവർക്ക് കംപ്ലൈൻറ്റുകളായി പറഞ്ഞിട്ടുണ്ട്. കാരണം കളിക്കാൻ വരുന്ന കുട്ടികൾ പല സൈസ് കുട്ടികളുണ്ട്, അവർ പലപ്പോഴും പലതും നശിപ്പിക്കുന്ന അവസ്ഥയ്ക്കുണ്ട്. അപ്പോൾ എങ്കിൽ പോലും ആ ഗ്രൗണ്ട് ഒരു ആധുനികവൽക്കരിച്ച ഒരു ഗ്രൗണ്ട് വേണ്ടി വന്നാൽ ഒരു സിന്തറ്റിക് ട്രാക്കിൽ വരുന്ന രീതിയിലുള്ള ഗ്രൗണ്ട് നമുക്ക് മനസ്സിൽ കാണാൻ ഭാവിയിലേക്ക്. അപ്പോൾ 350 മീറ്റർ മുകളിലുണ്ടെങ്കിൽ ട്രാക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സിന്തറ്റിക് ട്രാക്കുള്ള ഒരു ഗ്രൗണ്ട് നമ്മൾ തരികയുള്ളൂ. അത് സർക്കാർ തരും. ഒരു കാസർഗോഡ് ജില്ലയിലെ ഒരു സ്കൂളിൽ മറ്റേ അത്തരത്തിലൊരു ഗ്രൗണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു നല്ല ഗ്രൗണ്ട്, കാരണം ഇനിയുള്ള കാലത്ത് കുട്ടികൾക്ക് ഏറ്റവും പഠനത്തോടൊപ്പം തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ പ്രാധാന്യമുള്ള ഒന്നായിരിക്കും സ്പോർട്സ് മേഖല. നമ്മുടെ സ്കൂളിലാണെങ്കിൽ വളരെ മിടുക്കന്മാരായ കുട്ടികളുണ്ട്, പക്ഷേ അവരെ ആ ഒരു ഇൻ്റലിജൻസ് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി കഴിയുന്നില്ല എന്നുള്ളത് സത്യമാണ്. കാരണം പ്രധാനമായിട്ട് ഗ്രൗണ്ടിൻ്റെ അപര്യാപ്തത തന്നെയാണ്. വെള്ളത്തിൻ്റെ ഒരു വലിയ പ്രശ്നമാണ് സ്കൂളുണ്ടായിരുന്നത്. അത് വിഷയമുള്ളവരെ MCAB ഇവരൊക്കെ എല്ലാം നല്ല ഇടപെടൽ നടത്തിക്കൊണ്ട് ഒരു 40-41 ലക്ഷം രൂപയുടെ ഒരു പ്രോജക്റ്റ് കൊണ്ടുവന്നു കഴിഞ്ഞു. അടുത്ത നവംബറിലേക്ക് അത് കംപ്ലീറ്റ് ചെയ്ത് തരാമെന്ന് പറയുകയും നമ്മുടെ വളരെ പ്രിയപ്പെട്ട ഒരു സഹവാഹിന് വേണ്ടിയിട്ട് സ്ഥലം തരികയും ചെയ്തിട്ടുണ്ട്. ആ പ്രശ്നം തീർന്നു. ഇനിയിപ്പോൾ നമ്മുടെ മുന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഗേറ്റ്. 2 ഗ്രൗണ്ടിൻ്റെ ഉള്ള ബിൽഡിങ്ങിനെ ഡിമോളിഷ് ചെയ്ത് അത് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള രീതിയിലുള്ള മണ്ണ് കാര്യങ്ങൾ ഗവൺമെൻറ് തരുന്നു. പക്ഷേ എങ്കിലും നമുക്ക് ഭാവിയിലേക്ക് ഒരു ബിൽഡിംഗ് അല്ലെങ്കിൽ നമ്മുടെ ഗേൾസിന് വേണ്ടിയിട്ടൊരു റെസിഡൻഷ്യൽ സംവിധാനം, ഒരു ഹോസ്റ്റൽ, ഏറ്റവും കൂടുതൽ SC വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ 42% SC വിഭാഗം, ST/SC വിഭാഗത്തിൽപ്പെട്ട കുട്ടികളാണ് നമ്മുടെ സ്കൂളിൽ പഠിക്കുന്നത്. 42%. അപ്പോൾ സ്വാഭാവികമായിട്ടും ബോയ്സ് 38 കുട്ടികൾ താമസിക്കാനുള്ള ഹോസ്റ്റലാണ് നമ്മുടെ പദ്ധതിയിലുള്ളത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ആൺകുട്ടികളെക്കാളൊക്കെ വളരെ നല്ല രീതിയിൽ പഠിച്ച് ബഹുദൂരം മുന്നോട്ട് പോകുന്ന പെൺകുട്ടികൾ തന്നെയാണ്, ഒരു സംശയമില്ല. അത് ആ കുട്ടികളെ ഇവിടെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവർക്ക് കുറച്ചുകൂടി നല്ല രീതിയിൽ കാര്യങ്ങൾ പഠിക്കാനും അറിയാനും വേണ്ടിയിട്ട് നമുക്ക് ഹോസ്റ്റൽ സംവിധാനം. ബഹുമാനപ്പെട്ട ഏകകാലം മന്ത്രിയായിരുന്ന 2 പ്രാവശ്യം ഞാൻ കത്തെഴുതിയപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം, അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ പറഞ്ഞൊരു കാര്യം, നിങ്ങൾ സ്ഥലം പ്രൊവൈഡ് ചെയ്യണം, ഫണ്ട് ST ഡിപ്പാർട്ട്മെന്റ് തരാം, പക്ഷേ സ്ഥലം പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ അതിനാവശ്യമായിട്ട് സ്ഥലം നമുക്ക് എടുക്കണം. സ്ഥലം ഇപ്പോഴത്തെ നമ്മുടെ സമയത്തുള്ള സ്ഥലവും ഇവിടെ ഈ പുറത്ത് തന്നെ കാണുന്ന സ്ഥലമാണ്. അദ്ദേഹം ഇപ്പോൾ ബൗണ്ടറി ഇട്ട് വെച്ചേക്കാണ്. കഷ്ടമാണെങ്കിൽ കഷ്ടം എങ്ങനെ അവിടെ മുറിച്ചു കൊടുക്കാൻ വേണ്ടി അദ്ദേഹം തയ്യാറാണ്. അപ്പോൾ ഉടനടി നമ്മൾ നാളെ പോയി വാങ്ങണമെന്നല്ല പറയുന്നത്. നമ്മുടെ മുന്നിലുള്ള ഒരു പ്രയോറിറ്റി ആദ്യം ഗേറ്റ്, 2 ഗ്രൗണ്ടിന് വേണ്ടി വലിയ മുതൽമുടക്ക് നമുക്കില്ല. ഞാൻ അതിൻ്റെ കാര്യം പറഞ്ഞില്ല. പക്ഷെ പ്രധാനപ്പെട്ട കാര്യമാണ് കുറച്ച് സ്ഥലമെടുത്തിട്ടാൽ, വരുന്ന കാലത്തൊരു സ്ഥലമെടുത്തിട്ടാൽ എന്തായാലും ഭാവിയിൽ ഒരു നല്ല ഹോസ്റ്റലോ മറ്റൊക്കെ കൊണ്ടുവന്ന് കുട്ടികൾക്ക് കൂടുതൽ പ്രാപ്തമായ സൗകര്യങ്ങൾ നൽകാൻ വേണ്ടി നമുക്ക് കഴിയും. എന്തായാലും നമ്മുടെ സ്കൂള് മുന്നോട്ട് തന്നെയാണ്, അതിന് സംശയവുമില്ല. അതിലൂടെ അതിനെക്കുറിച്ച് വിവരിച്ചു കഴിഞ്ഞു. സ്വകാര്യത വന്നുകൊണ്ട് ഏറ്റവും തലയെടുപ്പുള്ള സ്കൂളായിട്ട്, ഏറ്റവും കൂടുതൽ പ്രതിഭയുടെ വാർത്ത പുറത്തെടുക്കുന്ന സ്കൂളായിട്ട് നമുക്ക് മാറ്റണം. അതിന് തീർച്ചയായിട്ടും ഇൻഫ്രാസ്ട്രക്ചർ വളരെ പ്രധാനപ്പെട്ട ഇൻഫ്രാസ്ട്രക്ചർ ഒരുപാട് കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചറുകൾ കൊണ്ടുവന്നിട്ട്, പ്രത്യേകിച്ചും ഇടതുപക്ഷ സർക്കാരിൻ്റെ വലിയ രീതിയിലുള്ള ഒരു ബ്ലെസ്സിങ് തന്നെ നടന്നിട്ടുണ്ട്. നമ്മുടെ സ്കൂൾ ഫണ്ടുകൾ എല്ലാ രീതിയിലും ഫണ്ട് നമുക്ക് ഒരുപാട് തന്നിട്ടുണ്ട്, ഇപ്പോഴും തരാൻ തയ്യാറായിരിക്കും. പക്ഷെ നമ്മുടെ ഇപ്പോൾ ഒരു വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഒരു പുതിയ ബിൽഡിംഗ്, ഇപ്പോൾ ആകെയുള്ള ഇതിൻ്റെ പുറകിൽ കാണുന്ന NSF ബിൽഡിങ്ങിൻ്റെ മുകളിൽ ഒരു നില കൂടെ കെട്ടാനുള്ള ഒരു സൗകര്യം മാത്രം നമുക്കില്ല. അത് നമ്മുടെ കുട്ടികൾക്ക് ഇതുവരെ നല്ലൊരു ഡൈനിങ് ഹാൾ കിട്ടിയിട്ടില്ല. ഡൈനിങ് ഹാൾ കിട്ടണമെങ്കിൽ നല്ലൊരു സ്ഥലങ്ങൾ ആ കൊടുക്കാനൊക്കെ ഇതിൻ്റെ കൂടുതലുള്ള സ്ഥലം മാത്രമേ കിട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ ഭാവിയിലേക്ക് ഒരു ക്ലാസ് മുറി നമുക്ക് ഉണ്ടാക്കാൻ നമ്മുടെ മുന്നിൽ 1 സെന്റ് സ്ഥലം കൂടി. അപ്പോൾ ഇത് നാളത്തേക്ക് മറ്റല്ല, നമ്മളൊരു 5 വർഷം അല്ലെങ്കിൽ ഒരു 10 വർഷത്തെ നമ്മളുടെ ഒരു ടാർഗറ്റ് കണ്ടുകൊണ്ട് വേണം ഇത്തരത്തിലുള്ള ഒരു രൂപരേഖ ഉണ്ടാക്കാൻ. ഒരു 10 വർഷത്തിനുള്ളിൽ നമ്മുടെ സ്കൂളിൽ ഉണ്ടായിരിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്. ഗ്രൗണ്ട് വരും, പക്ഷേ ആ ഗ്രൗണ്ട് ആധുനികമായ ഗ്രൗണ്ടാക്കി മാറ്റണം. ഗാലറിയോട് കൂടി, ഒരു സൈഡിലെങ്കിലും ഗാലറിയോട് കൂടിയ ഒരു ഗംഭീരമായ ഒരു ഗ്രൗണ്ട്. മറ്റൊന്ന്, ഒരു 25-50 സെന്റ് സ്ഥലം നമുക്ക് വാങ്ങിയാൽ പെൺകുട്ടിക്കുള്ള റെസിഡൻഷ്യൽ സംവിധാനം എന്തായാലും അനിവാര്യമാണ്.
പെൺകുട്ടികൾക്ക് ഒരു ഹോസ്റ്റൽ എന്ന് പറയുന്നത് വളരെ നമുക്ക് അത്യാവശ്യമായ കാര്യം. ഇവിടെയുള്ള കുട്ടികൾ പരമനടുക്കത്തേക്കാണ് പോകുന്നത്. ഇല്ല രാജേഷ്, പരമനടുക്ക സ്കൂളിലേക്കാണ് നമ്മൾ. അത് രാജേഷ് ഒരിക്കലും ഈ അക്ഷയ സെന്ററിൽ രാജേഷ് കൃത്യമായി അറിയാം. അതായത് ഇവിടുന്ന് മാർക്ക് വാങ്ങുന്നത് പോയി 60%, 70% ഹൈസ്കൂളിൽ മാർക്ക് വാങ്ങിയെങ്കിൽ അത് ഹയർ സെക്കൻഡറിയിൽ സ്വാഭാവികമായിട്ട് 5-10% കുറയും. പക്ഷേ കുട്ടികൾ അവിടെ ചെന്നിട്ട് ഹയർ സെക്കൻഡറി ചെന്ന് അവർ പുറത്ത് വരുമ്പോൾ 10-20% മാർക്ക് കൂടുതൽ വാങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിന് കാരണം കുട്ടികൾക്ക് ഫെസിലിറ്റി കിട്ടുകൊണ്ടാണ്. വെച്ചാൽ താമസിച്ച് പഠിക്കാനുള്ള സൗകര്യം. വളരെ മിടുക്കരായ കുട്ടികൾ വളരെ റിമോട്ടായിട്ടുണ്ട്, വീട്ടിൽ തീരെ സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ് പ്രത്യേകിച്ച് അത്തരത്തിൽ STC വിഭാഗം. ആ കുട്ടികൾക്കൊക്കെ താമസിച്ച് പഠിക്കുന്നതിന് വേണ്ടിയുള്ളൊരു ഹോസ്റ്റൽ നമ്മൾ മുന്നിൽ കാണണം. അപ്പൊ അത് നമ്മുടെ ഒരു എന്താണ് പ്ലാനിൽ ഉണ്ടാവും. അതുപോലെ ഈ 2 ബസ് എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് ഒരു 4-5 ബസ് ഇപ്പോഴത്തെ അവസ്ഥയിൽ എല്ലാ പാരൻസും കുട്ടികളെ ഒരു 2-3 കിലോമീറ്റർ അപ്പുറമുള്ള എല്ലാ പാരൻസും ബസ്സാണ് പറയുന്നത്. ഈ പാലക്കാട് അന്വേഷണം ഒരു ഘട്ടകാലമാണ് ബസ് അവർ കൃത്യമായിട്ട് പറഞ്ഞില്ല. തങ്ങളുടെ കുട്ടികളെ സേഫ് ആയിട്ട് ഇവിടെ എത്തിക്കാനുള്ള സംവിധാനം. അപ്പൊ അതുകൊണ്ട് വാഹന സൗകര്യം കൂട്ടാനുണ്ട്, മറ്റ് വെള്ളത്തിന്റെ പ്രശ്നങ്ങൾ മാറി, ഗ്രൗണ്ട്, ഗേറ്റ്, ഗ്രൗണ്ട്, അതുപോലെ തന്നെ പുതിയ ഇൻഫ്രാസ്ട്രക്ചർ നിർമ്മിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു സ്ഥലം. ദൂരെ കാണുന്ന ഒരു പ്രൊജക്റ്റാണ്, ഉടനെ ഉള്ളതല്ല. പക്ഷെ ഈ 3 കാര്യങ്ങളാണ് ഏറ്റവും അടിയന്തരമായിട്ട് നമുക്ക് ആവശ്യം. പിന്നെ മറ്റൊന്ന്, ഇപ്പൊ നമ്മുടെ കയ്യിൽ പൈസ ഇപ്പൊ ശരിക്കും ഗ്രൗണ്ടിനുള്ളിൽ പോസ്റ്റ് ഇട്ട് കണക്ഷൻ പാടില്ല എന്നാണ് KSEB പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമ്മളിപ്പോ ചെയ്തിരിക്കുന്നത് വെച്ചാൽ 2 കണക്ഷൻ ആക്കിയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ അവരിപ്പോഴും കത്തയക്കുന്നുണ്ട് ആ സംവിധാനം മാറുന്നുള്ള UG അണ്ടർഗ്രൗണ്ട് കണക്ഷൻ കൊടുത്ത് ബിൽഡിങ്ങുകളെ മുഴുവൻ ഒറ്റ കണക്ഷനിലേക്ക് കൊണ്ടുവരണം. അപ്പൊ അതിന് നല്ല പൈസ ആവശ്യമുണ്ട്. എന്തായാലും ഗവൺമെന്റ് തരുമെന്നല്ല, കളക്ടർക്ക് മറ്റ് നിവേദനം കൊടുത്ത് ചിലപ്പോൾ 2-3 പ്രാവശ്യം നിവേദനം കൊടുത്തിട്ട് പഴയ ബിൽഡിങ്ങുകളുടെ ഇലക്ട്രിക് കണക്ഷൻ മുഴുവൻ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷെ ഇതുവരെ ഫണ്ടൊന്നും അനുവദിച്ചിട്ടില്ല. അതൊക്കെ കഴിയുന്നത് അവർ പറയുന്നതൊക്കെ നിങ്ങളുടെ സ്കൂൾ നാട്ടുകാരുടെ സ്കൂളാണ്, നാട്ടുകാർ കണ്ടെത്തണം, അതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ. അപ്പോൾ തീർച്ചയായിട്ടും ഒരു പ്രധാന റിസോഴ്സിംഗ് ആയിട്ട് മാറേണ്ടതാണ് നമ്മുടെ ഈ പൂർവ്വ വിദ്യാർത്ഥി സംഘടന എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ എല്ലാ കാര്യങ്ങളും ശരിക്കും പറഞ്ഞാൽ സ്കൂളിൽ അവർക്കായിട്ടൊരു ഓഫീസ് തന്നെ തുടങ്ങുന്നതിലും പ്രയാസമൊന്നുമില്ല. ഒരു ക്ലാസ് മുറി അല്ലെങ്കിൽ ഒരു മുറി അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് അലോട്ട് ചെയ്യുന്നതിൽ പ്രശ്നമൊന്നുമില്ല. ഇപ്പോഴത്തെ അവസ്ഥയിൽ അത് കഴിയുന്നൊരു കാര്യങ്ങളുണ്ട്. പക്ഷെ അത് നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളായിട്ട് മാറാൻ വേണ്ടി കഴിയുമ്പോൾ ഏതൊരു സ്കൂൾ ഇങ്ങനെ സംഭവിച്ചിട്ട് അവിടെ PKB റൂമുകാരൊന്നും അടിയായി. കാരണം വെച്ചാൽ ഫോർമൽ സ്റ്റുഡൻസ് അവരെ തോന്നുപാടെ വന്നിരിക്കും, അത് സ്കൂളിന് അസൗകര്യമായ അവസരം ഭയങ്കര പ്രശ്നമായി. അപ്പോൾ ഇതാണ് നമ്മുടെ ഏറ്റവും പ്രയോറിറ്റി ആയിട്ടുള്ള കാര്യം. അപ്പൊ അതനുസരിച്ചുള്ള ഒരു വിദ്യാർത്ഥികളുടെ ഇടപെടൽ അങ്ങനെ എല്ലാ മേഖലയിലുള്ള ആൾക്കാർ ഇവിടെ പോയിട്ടുണ്ട്. നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ചുറ്റിട്ടൊന്ന് ചരിപ്പിച്ചാൽ ഇത് ഗംഭീരമാവും. ഈ സ്കൂളിൽ ഒരു പ്രശ്നമില്ല. ഇപ്പൊ കക്കാട് സ്കൂളിൽ 3 കോടി രൂപ വരെ അക്കൗണ്ട് ചെയ്തു. പൂർവ്വ വിദ്യാർത്ഥികളുടെ ഡൊണേഷൻ ആയിട്ട് 3 കോടി രൂപ ഉണ്ട്. കക്കാട് സ്കൂളിൽ കാണാൻ എന്താണെന്ന് ശരിക്കും ഒരു സർവകലാശാല പോലെ കാണിച്ചത്. ഇതുപോലെ ഇത്രയും ഫണ്ട് വന്നിട്ടുണ്ട്. പക്ഷെ അതേക്കാൾ റിസോഴ്സ് ഉള്ള സ്ഥലമാണ് നമ്മൾ. കാരണം അത്രയും കുട്ടികൾ ഇവിടുന്ന് പഠിച്ചു പുറത്ത് നല്ല നിലയിലുണ്ട്. അവരുടെ ഈ പൂർവ്വ വിദ്യാർത്ഥികളാണ് നമ്മൾ ഹയർ സെക്കൻഡറി നമ്മൾ ഇരിക്കുന്ന ബിൽഡിങ്ങിന് 27 ലക്ഷം രൂപ തന്ന ഈ നാട്ടിലെ ജനങ്ങളാണ് ഇതിന്റെ സ്ഥലം എടുത്തത്. 27 ലക്ഷം രൂപ കിട്ടി. അങ്ങനെ 100 രൂപ വരെ തന്നവരുണ്ട് എങ്കിൽ പോലും. അപ്പൊ അത്രയും റിസോഴ്സ് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി കഴിയും. അതിനുവേണ്ടിയുള്ള പ്രവർത്തനം. അപ്പൊ ഇതില് ശരിക്കും എനിക്ക് മനസ്സിലാകുന്ന വെച്ചാൽ നമ്മൾ ഓരോ വർഷത്തെ ആ പൂർവ്വ വിദ്യാർത്ഥികൾ ആ ഓരോ വർഷത്തെ പഠിച്ചിറങ്ങിയ കുട്ടികളെ അവരെ ലിങ്ക് ചെയ്യാനുള്ള ഒരു കോർഡിനേഷൻ ഇതിനകത്ത് പോകണം. അങ്ങനെ ഒരു കോർഡിനേഷൻ കമ്മിറ്റി ആയിട്ട് മാറിയെങ്കിൽ മാത്രമേ ശരിക്കും ഒരു കോർഡിനേഷൻ കമ്മിറ്റി ആയിട്ട് നിൽക്കണം. ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്ത് അവരാക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ ഓരോ വർഷം നമുക്കിവിടെ ഏകദേശം 77-78 പോലുള്ള നമ്മുടെ ഫയലുകൾ ഏകദേശം അതിനുമ്പോഴൊക്കെ എല്ലാം മുന്നിൽ പോയി കിട്ടും. അടുത്ത കുട്ടിയെ തപ്പി പിടിച്ചൊക്കെ കൊണ്ടുപോയി 77 പോലുള്ളൊക്കെ കോർഡിനേഷൻ. ബാക്കിയൊക്കെ എല്ലാം ചിലപ്പോൾ 4 പേരെ കഴിയുമ്പോൾ 2 പേരെയൊക്കെ കിട്ടുന്നുള്ളൂ. എന്നുള്ള പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പരിമിതികൾ ഇപ്പോഴും നമുക്കൊരു ഫ്രണ്ട് ഓഫീസ് എന്ന് പറഞ്ഞ സംവിധാനം നമുക്ക് ഇതിലും വന്നിരിക്കുന്നു. ഒരു നല്ലൊരു ഫ്രണ്ട് ഓഫീസ് വേണം. പക്ഷെ ഈ ഫണ്ടൊക്കെ ശരിക്കും പറഞ്ഞാൽ പ്രത്യേകിച്ച് ഇതുപോലെ പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കുന്ന ഗവൺമെന്റുകളൊക്കെ ആണെങ്കിൽ അതൊക്കെ വാങ്ങിയെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. പക്ഷെ അതിനും പോകാൻ ഈ ഒരു സംഘടനയായിരിക്കും. നമുക്കൊക്കെ ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ട്. അപ്പൊ ഇതുപോലുള്ള സംഘടനകളാണെങ്കിൽ രാഷ്ട്രീയമായിട്ടും മറ്റു പലതരത്തിലുള്ള ബന്ധങ്ങൾ ഫോൺ കോളോ മതിയാവും. ചിലപ്പോൾ തിരുവനന്തപുരത്ത് ആ ഫയലെന്ന് നീങ്ങി ഇവിടെ എത്താൻ പറ്റും. അപ്പൊ അത്തരത്തിൽ പറ്റുമെങ്കിൽ മാസത്തിൽ ഒരിക്കലെങ്കിലും ഇവിടെ ഒന്ന് കൂടാനും കാര്യങ്ങളെ കുറിച്ച് ഒന്ന് അപഗ്രഥിക്കാനും ഈ പൂർവ്വവിദ്യാർത്ഥി സംഘടന കഴിയണം, അല്ലെങ്കിൽ കോർഡിനേഷൻ കമ്മിറ്റി കഴിയണം. ഇതിനോടൊപ്പം എനിക്ക് ഉള്ള റിക്വസ്റ്റ് തന്നെ നമ്മുടെ അക്കാഡമിയും കൂടെ ഒന്ന് പരിശോധിക്കാൻ നിങ്ങൾ
എന്ന് വെച്ചാൽ അക്കാഡമി രംഗത്ത് നേരിട്ടുള്ള ഒരു കടന്നു വരുന്നില്ല, മറിച്ച് നമ്മുടെ സ്കൂളിലെ കുട്ടികൾ ഇപ്പോൾ 2010 ശേഷം നമ്മളിവിടെ പഠിച്ച കുട്ടികൾ ശരിക്കും ഇന്നവിടെ ഒരു 10-15 വർഷം കൊണ്ട് ഈ കുട്ടികൾ അമേരിക്കയിലൊക്കെ നടത്തുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റഡിയാണ്. ഒരു സ്കൂളിൽ 15 വർഷം 20 വർഷം അവിടുന്ന് പഠിച്ച കുട്ടികൾ എവിടെ എത്തി, എവിടെ വരെ എത്തി, എത്ര പേരെ ഒന്നും അല്ലാതായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടുന്ന രീതിയിലുള്ള മാർഗനിർദ്ദേശങ്ങളും ഒക്കെ ഇതിൽ ചെയ്യാവുന്നുള്ളത്. അപ്പോൾ അത്തരത്തിൽ ഉയർന്ന ഒരു ബോഡിയായിട്ട് മാറണമെന്നാണ് നമ്മുടെ ഒരു എളിയ റിക്വസ്റ്റ്.